ഹായ്, ഞാൻ ഡോക്ടർ സുസ്മിൻ. എല്ലാവരും ഒരേപോലെ ചോദിക്കുന്ന ചോദ്യമാണ്, ഹോമിയോ മെഡിസിൻസ് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ മെഡിസിനാണോ എന്നത്. ഇത് മെഡിസിനാണോ? അല്ല. ഈ ടാബ്ലറ്റ് മെഡിസിനാണോ? അല്ല. ഈ പൊടി ഇത് മെഡിസിനാണോ? അല്ല. പകരം ഇതിലൊഴിക്കുന്നതാണ് മെഡിസിൻ. ഹോമിയോപ്പതിയിൽ 3000-ഓളം മെഡിസിൻസ് അവൈലബിൾ ആണ്. ഓരോ രോഗിക്കും അവരുടെ ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ വെച്ച് ഏറ്റവും അനുയോജ്യമായ മെഡിസിനാണ് ഓരോ ഹോമിയോപ്പതി ഡോക്ടേഴ്സും പേഷ്യൻസിന് കൊടുക്കുന്നത്. ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ഡൗട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. താങ്ക് യു. കണ്ടല്ലോ, ഹോമിയോപ്പതിയിൽ എല്ലാ രോഗങ്ങൾക്കും ഒരേ മരുന്നൊന്നുമല്ല കൊടുക്കുന്നത്. 3000-ഓളം വ്യത്യസ്ത മരുന്നുണ്ട് ഹോമിയോപ്പതിയിൽ എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഹോമിയോപ്പതി വിമർശകരായിട്ടുള്ള ആൾക്കാർ ഈ ഹോമിയോപ്പതിയിൽ എല്ലാവർക്കും ഒരേ മരുന്നാണ് കൊടുക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതല്ല നമ്മളെ വിമർശനം. ആ കാണിച്ച പഞ്ചാര ഗുളിക നല്ല മരുന്ന് തന്നു. ആ പഞ്ചാര ഗുളികയിൽ ചെറുതായിട്ട് ഇട്ടിക്കുന്ന ആ മദർ ടിങ്ചർ എന്ന് പറയുന്ന സാധനമാണ് ഇവരെ മരുന്ന് എന്ന് നമുക്കറിയാം. പക്ഷെ ആ മദർ ടിങ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് നേർപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. ഹോമിയോയുടെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത് നേർപ്പിക്കും തോറും വീര്യം കൂടുന്നുള്ളതാണ്. അപ്പോൾ 30C പൊട്ടൻഷ്യൽ ഉള്ള ഒരു മരുന്നാണെങ്കിൽ അത് 30 പ്രാവശ്യം നേർപ്പിച്ചതാണ്. അത് 30 പ്രാവശ്യം നേർപ്പിച്ച ഒരു മരുന്നാണ് ഈ പഞ്ചാര ഗുളികയിൽ എന്ത് ചെയ്യുന്നത്, ഇവർ ഇട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് 30 പ്രാവശ്യം ഒരു 10 ml അല്ലെങ്കിൽ ഒരു 100 ml വെള്ളത്തിൽ 1 ml മരുന്ന് ഒഴിച്ച് കുലുക്കിയിട്ട് അതിൽ നിന്നെടുത്ത് അടുത്ത 100 ml വെള്ളത്തിൽ 1 ml എടുത്ത് കുലുക്കി അങ്ങനെ 30 പ്രാവശ്യം ചെയ്താൽ കിട്ടുന്ന ഈ അവസാനത്തെ സത്താണ് ഈ മദർ ടിങ്ചർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ സാധനത്തിൽ മരുന്നിൻ്റെ യാതൊരുവിധ കണ്ടന്റും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ പഞ്ചാര ഗുളികയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെറും വെള്ളമോ അല്ലെങ്കിൽ സ്പിരിറ്റോ ആയിരിക്കും. അപ്പോൾ തത്വത്തിൽ ഈ എല്ലാ പഞ്ചാര ഗുളികയിലും പഞ്ചാര മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ എല്ലാവർക്കും ഒരേ മരുന്നാണ് അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലെ മരുന്ന് ഫലിക്കില്ല എന്ന് പറയാൻ കാരണം. ആ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ടുള്ള ആകെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പഞ്ചസാരയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോയി വാങ്ങാൻ കഴിയില്ലെങ്കിൽ ഈ ഗുളിക കലക്കിയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് മാത്രമാണ് ഹോമിയോ മരുന്ന് കൊണ്ടുള്ള ഉപകാരം. അല്ലാതെ അതിന് യാതൊരുവിധ ഇഫക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ.